ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 50-ൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇതാണ്: 2023 150-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഇതെല്ലാം തന്നെ കേരള PSC 2024 ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പൊ 2023 150-ാം ജന്മവാർഷികം ആചരിച്ച നവോത്ഥാന നായകൻ ആര് എന്നാണ് ചോദ്യം. ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഇദ്ദേഹം 1873 ഡിസംബർ 28-നാണ് ജനിച്ചത്. 1873 ഡിസംബർ 28-ന് ജനിച്ചു. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ ജന്മവാർഷികം 1856 ഓഗസ്റ്റ് 20. ഓഗസ്റ്റ് 20. 1928 സെപ്റ്റംബർ 20-നാണ് ഗുരുദേവൻ അന്തരിച്ചത്. ജനനവും മരണവും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ് ഗുരുദേവന്റേത്. ചട്ടമ്പി സ്വാമികൾ 1853 ഓഗസ്റ്റ് 25-നാണ് ജനിച്ചത്. 1924 അന്തരിക്കുന്നു. 1924-നാണ് അന്തരിച്ചത്. മെയ് 5-നാണ്. അപ്പോ ഇനി അറിയേണ്ടത് 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായ ചുഴലിക്കാറ്റ് ഏതാണ്? ചെന്നൈയിലെ ചുഴലിക്കാറ്റിന് കാരണമായത് മിഷോങ് എന്ന ചുഴലിക്കാറ്റാണ്. നിലവിലെ UPSC ചെയർമാൻ പ്രീതി സുധാനാണ്. നിലവിലെ UPSC ചെയർമാൻ പ്രീതി സുധാൻ. ആൻസർ പ്രീതി സുധാൻ. അടുത്ത ചോദ്യം: 2023 വൈദ്യശാസ്ത്ര നൊബേലിന് അർഹരായ ശാസ്ത്രജ്ഞർ ആരാണ്? വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് കാറ്റ്ലിൻ കാരിക്കോയ്ക്കും 2023-ലാണ്. ഡ്രൂ വെയ്സ്മാനുമാണ്. mRNA വാക്സിൻ കണ്ടെത്തിയതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ആരൊക്കെയാണ്? കാറ്റ്ലിൻ കാരിക്കോയും ഉണ്ട്, ഡ്രൂ വെയ്സ്മാനും ഉണ്ട്. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം. അടുത്തതായിട്ട് ഏത് ഭരണഘടനാ ഭേദഗതി നിയമത്തിലാണ് ദേശീയ തലസ്ഥാന പ്രദേശമായ ഡൽഹിയിലെ ലോക്സഭ, സംസ്ഥാന നിയമസഭ എല്ലാ സീറ്റുകളുടെയും 1/3 സ്ത്രീകൾക്കായി നീക്കിവെച്ചിരിക്കുന്നത്? അപ്പോ നമ്മുടെ ഡൽഹിയുണ്ട്, ലോക്സഭയുണ്ട്, സംസ്ഥാന നിയമസഭകളുണ്ട്. 1/3 സീറ്റുകൾ 2029 തെരഞ്ഞെടുപ്പ് മുതൽ ആർക്ക് നീക്കിവെച്ചിരിക്കുന്നു? സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നു. 106-ാം ഭരണഘടനാ ഭേദഗതി 2023. 128-ാം ഭേദഗതി ബില്ലാണ് ഇത്. ഏതാണ് പ്രത്യേകത? ഇതിന്റെ സ്ത്രീ സംവരണ ബില്ലാണ്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് ഇതിന്റെ പേര്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് സംവരണ ബില്ല്. നമ്മളുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംവരണ ബില്ലാണ്. അർജുൻ മേഘ്വാൾ ആണിത് ആദ്യമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം: ചന്ദ്രയാൻ 2 ദൗത്യത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയുടെ ചെയർമാൻ ആരാണ്? 2 ആണ്, 3 അല്ല. 2 കെ ശിവനാണ്. ISRO ചെയർമാൻ ആ സമയത്ത് കെ ശിവൻ. ചന്ദ്രയാൻ 3-യുടെ സമയത്ത് മലയാളിയായ S സോമനാഥ് ആണ് ചന്ദ്രയാൻ 3-യുടെ സമയത്ത് ISRO ചെയർമാൻ. 2019 ജ്ഞാനപീഠ അവാർഡ് നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? 2019 നമ്മുടെ അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാട്. 95-ലാണ് MT. ആദ്യമായി 1965 നമ്മുടെ G ശങ്കരക്കുറുപ്പ്. രണ്ടാമത് SK പൊറ്റക്കാടാണ്. മൂന്നാമത് തകഴി ശിവശങ്കര പിള്ളയാണ്. പിന്നെ MT, ONV, അക്കിത്തം. ഇങ്ങനെയാണ് മലയാളികൾ. 2021 ജ്ഞാനപീഠ ജേതാവ് ദാമോദർ മൗസോ ആണ്. 21 നമ്മുടെ ജ്ഞാനപീഠ ജേതാവ്. അപ്പോ നിലവില് ജ്ഞാനപീഠ ജേതാവ് 58-ാമത്തെ ജ്ഞാനപീഠ ജേതാവ് രാമഭദ്രാചാര്യരും ഗുൽസറുമാണ്. ഗുൽസർ ഉറുദു സാഹിത്യകാരനാണ്. രാമഭദ്രാചാര്യർ സംസ്കൃത പണ്ഡിതനാണ്. ഗുൽസർ ആണ് ജയ്ഹോ എന്ന പാട്ട് ജയ്ഹോ എന്ന പാട്ട് രചിച്ചത്. അതുകൊണ്ട് തന്നെ 2009 ഇദ്ദേഹത്തിന് ഓസ്കാർ പുരസ്കാരവും ലഭിച്ചു.
നമ്മുടെ AR റഹ്മാനും റസൂൽ പൂക്കുട്ടിക്കും ഒക്കെ ജയ് ഹോ പാട്ടിന് ഓസ്കാർ കിട്ടിയ ആ കൂട്ടത്തിൽ കിട്ടിയ ഒരു വ്യക്തിയാണ് ഗുൽസാർ. ഇനി 1965 ആദ്യമായിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ജി ശങ്കരക്കുറുപ്പ് മലയാളിക്കാണ് കിട്ടിയത്. അതുപോലെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഈ അടുത്ത സമയത്ത് കിട്ടിയത് 58ാമത്തെ ജ്ഞാനപീഠ പുരസ്കാരമാണ്. 2023 രാമഭദ്രാചാര്യരും ഗുൽസാർ. 2022 കിട്ടിയത് ദാമോദർ മൗസു കൊങ്കണി സാഹിത്യകാരൻ. എക്സാമിന് 21 എന്നാണ് ചോദിച്ചേക്കുന്നത്, കണ്ടോ, ദാമോദർ മൗസു. എക്സാമിന്റെ ചോദ്യത്തിൽ 21 എന്നാണ് ചോദിച്ചത്. 21, 22 കാലഘട്ടമായതുകൊണ്ടാണ് അങ്ങനൊരു ചോദ്യം. അപ്പൊ ഇത് വേണമെങ്കിലും 22 എന്നുള്ള രീതിയിൽ ചോദിക്കാം. 22, 23 58ാമത്തെ അവാർഡാണ്. ഇനി ജീവിത രസങ്ങൾ എന്ന പേരിൽ ആത്മകഥ എഴുതിയ കലാകാരൻ ആരാണ്? ജീവിത രസങ്ങൾ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ. ടോക്കിയോ ഒളിമ്പിക്സ് ജാവലിൻ ത്രോ ഇനത്തിൽ സ്വർണം നേടിയ കായിക താരം ആരാണ്? ടോക്കിയോ ഒളിമ്പിക്സ് ആണ്. ഇപ്പോഴത്തെ ഒളിമ്പിക്സ് ആണോ? അല്ല, പാരീസ് ഒളിമ്പിക്സ് 2024 ആണ്. ഇപ്പൊ പറഞ്ഞേക്കുന്നത് ടോക്കിയോ ഒളിമ്പിക്സിനെ കുറിച്ചാണ്. ടോക്കിയോ ഒളിമ്പിക്സ് 2020 ജപ്പാനിലെ ടോക്കിയോയില. അപ്പോൾ ജാവലിൻ ത്രോയില് സ്വർണം നേടിയത് നമ്മുടെ നീരജ് ചോപ്രയാണ്. ഹരിയാന സ്വദേശിയാണ്. ഇപ്പൊ പാരീസ് ഒളിമ്പിക്സിൽ ഇദ്ദേഹം ഏത് മെഡലാണ് കരസ്ഥമാക്കിയത്? വെള്ളി മെഡലാണ്. അപ്പൊ തുടർച്ചയായ ഒളിമ്പിക്സുകളിൽ 2 മെഡൽ നേടി. ഇദ്ദേഹം ആദ്യം കിട്ടിയത് സ്വർണമാണ്, ഇപ്പോ വെള്ളി കിട്ടി. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 അവാർഡുകളാണ് ഇദ്ദേഹം സ്വന്തമാക്കിയിരിക്കുന്നത്. ഇനി നീരജ് ചോപ്ര ഏത് സ്വദേശിയാണ്? ഹരിയാന. ഇന്ത്യക്ക് എത്ര മെഡലുകൾ കിട്ടി? 6 മെഡലുകൾ. 1 വെള്ളി, 5 വെങ്കലം. ഇന്ത്യയുടെ ഹോക്കി ടീമിന് വെങ്കലം കിട്ടി. ഹോക്കി ടീം 2 തവണ ഇപ്പോൾ വെങ്കലം നേടി. അപ്പോൾ ഹോക്കി ടീമിലെ മലയാളിയായിട്ടുള്ള PR ശ്രീജേഷ് ഉണ്ടായിരുന്നു എന്നുകൂടി ഓർക്കുക. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി എന്താണ്? ആൻസർ ഉണർവാണ്. വിമുക്തി, ലഹരി തടയുന്നതിനുള്ള എക്സൈസ് വകുപ്പ് പദ്ധതിയാണ് ഉണർവ്. ചന്ദ്രനിലെ ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചന്ദ്രനിലുള്ള ശിവശക്തി പോയിന്റ് ഏത് 2 ഗർത്തത്തിനിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മാൻസിനസ് സിയും സിംപലൈൻ എന്നുമാണ്. മാൻസിനസ് സി ആൻഡ് സിംപലൈൻ എൻ. സിംപലിയസ് എൻ. മാൻസിനസ് സി ആൻഡ് സിംപലിയസ് എൻ. 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? പാർലമെന്റിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ഇപ്പൊ 2024-25 യൂണിയൻ ബഡ്ജറ്റ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. നിലവിലെ ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? നിലവിൽ ലോക്സഭാ സ്പീക്കറാണ് ഓം ബിർള. റോഡ് അപകടങ്ങൾ കുറയ്ക്കുക, ഗതാഗത നിയമലംഘനം തടയുക. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഏതാണ്? ആൻസർ സേഫ് കേരള പദ്ധതി. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? 1ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? അണ്ണാദുരൈ. 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഡോക്ടർ പി വീര മുത്തുവേൽ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവന സാധൂകരിക്കുക. ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP സംവിധാനമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്നതിൽ ABD തെറ്റാണ്. ലോക്സഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയല്ല. 5 വർഷം കഴിയുമ്പോൾ ഇത് പിരിഞ്ഞുവിടും. രാജ്യസഭ എന്ന് പറയുന്നത് സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് പരോക്ഷ തെരഞ്ഞെടുപ്പാണ്. FPTP ലോക്സഭ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ ഇതും തെറ്റ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങളുണ്ട്. മാക്സിമം 545 വരെ പറ്റും. രാജ്യസഭ നടപടികൾ നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ്. നിലവിൽ വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന 3 സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് മാത്രം ശരിയാണ്. സി മാത്രമാണ് ശരി. സി ശരിയാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ സി തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ, അത് മാത്രം അറിയാവുന്ന ഒരാൾക്ക് ആൻസറിലേക്ക് എത്താം. നാരി ശക്തി വന്ദൻ അധിനിയം
നമ്മൾ പറഞ്ഞു അല്ലെ, വനിതാ സംവരണ ബില്ല്. ലോക്സഭ എന്നാണ് പാസാക്കിയത്? 2023 ഈ ബില്ല്. സെപ്റ്റംബർ 20 ലോക്സഭ പാസാക്കുന്നത്. 106 ഈ ഒരു ഭേദഗതി. 128 ഭേദഗതി ബില്ല്. കേരളത്തിലെ നാടൻ കളികളുടെ പ്രചാരണം കായിക വകുപ്പ് ആരംഭിച്ച പദ്ധതി എന്താണ്? കളിത്തട്ട് എന്ന പദ്ധതിയാണ് കായിക വകുപ്പ് ആരംഭിച്ചത്. ഏത് പദ്ധതിയാണ്? കളിത്തട്ട് എന്ന പദ്ധതിയാണ് നമ്മുടെ കായിക വകുപ്പ് ആരംഭിച്ചത്. ഏത് പദ്ധതിയാണ്? കളിത്തട്ട്. IMA IMA നടപ്പിലാക്കിയ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യമെന്ത്? ഹെൽപ്പിംഗ് ഹാൻഡ്സ് എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഡോക്ടർമാർക്കും മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ആത്മഹത്യാ പ്രതിരോധം നൽകുക. ഡോക്ടർമാർക്ക്, മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ആത്മഹത്യാ പ്രതിരോധം നൽകുക. ഇതാണ് IMA പദ്ധതിയുടെ ലക്ഷ്യം. IMA പദ്ധതിയുടെ ലക്ഷ്യം ഇതാണ്. ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിന്റെ വിധിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ശരിയാണ്. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? SBI വഴിയായിരുന്നു അല്ലെ? നമുക്ക് എന്താ നോക്കാം. 2024 ഫെബ്രുവരി സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതി ഭരണഘടന വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)(a) പ്രകാരം വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ടിംഗ് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി വിശദമാക്കുന്നു. അപ്പോൾ SBI ബാങ്ക് വഴിയായിരുന്നു ഇവർ ഫണ്ട് കളക്ട് ചെയ്തിരുന്നത്. ഇത് ആരുടെ ബെഞ്ച് ആണ് അധ്യക്ഷനായിട്ടുള്ള? നമ്മുടെ DY ചന്ദ്രചൂഡ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണിത് നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര രൂപ വേണമെങ്കിലും വ്യക്തികളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ കളക്ട് ചെയ്യാം. എത്ര രൂപ വേണമെങ്കിലും SBI വഴി കളക്ട് ചെയ്യാം. 15 ദിവസത്തിനുള്ളിൽ അവരത് എടുക്കണം, അല്ലെങ്കിൽ അത് ക്യാൻസൽ ആയി പോകും. അപ്പോ ഈ ഒരു ആരാണ് ഇത് കൊടുത്തതെന്നോ ഒന്നും പുറത്ത് പറയത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു വകുപ്പായിരുന്നു ഇത്. പക്ഷേ കോടതി പറഞ്ഞു ഇങ്ങനെ അനാവശ്യമായി ഒരു വലിയ എമൗണ്ട് രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുമ്പോൾ, പൈസ വാങ്ങിക്കുമ്പോൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ പകരം ചെയ്യേണ്ടി വരും. ഒരു കൈക്കൂലി പോലെ ആകും അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വേണ്ട, ഇങ്ങനെ ഒരു എന്താണ് ഭരണഘടനാപരമായി തെറ്റാണെന്ന് കണ്ടെത്തുകയും ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുകയും ചെയ്തു. ഇതുവഴി ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയത് BJPക്കായിരുന്നു. ആദിത്യ L1 ഉപയോഗിക്കുന്ന റോക്കറ്റ് ഏതാണ്? ആദിത്യ L1 സൂര്യനിലേക്കുള്ള ഇന്ത്യയുടെ ISROയുടെ ഗവേഷണ കേന്ദ്രമാണ്. നമ്മുടെ ഒരു ഗവേഷണ ഉപഗ്രഹമായിരുന്നു. PSLV-C57 ആണ്. ഇത് വിജയിച്ചു എന്നുള്ളതും പ്രത്യേകതയാണ്. 2023 സെപ്റ്റംബറിലാണ് അയച്ചത്. അപ്പോൾ സൗരചക്രവാതങ്ങളെ കുറിച്ച്, സൂര്യന്റെ ഔട്ടർ ഭാഗം, കൊറോണയെ കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അയച്ചതാണ്. താലിബാൻ വധിച്ച ഇന്ത്യയുടെ ഫോട്ടോ ജേർണലിസ്റ്റ് ആരാണ്? താലിബാൻ വധിച്ച ഇന്ത്യയുടെ ഫോട്ടോ ജേർണലിസ്റ്റ് ആണ് ഡാനിഷ് സിദ്ദിഖി. 2024 പത്മ പുരസ്കാര ജേതാക്കളുടെ പേരുകൾ നൽകിയിരിക്കുന്നു. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. തെറ്റായ ഓപ്ഷനുകൾ കണ്ടെത്തുക. 4 മാത്രമാണ് തെറ്റ്. ഫാത്തിമ ബീവി, സീതാറാം ജിൻഡൽ, മിഥുൻ ചക്രവർത്തി ഇവരൊക്കെ പത്മ പുരസ്കാര ജേതാക്കളാണ്. O രാജഗോപാലനും ഫാത്തിമ ബീവിയുമാണ് മലയാളികളായിട്ടുള്ള പത്മഭൂഷൺ നേടിയവർ. ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യൻ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്? ഇന്ത്യയുടെ ആദ്യ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് ഉത്തരാഖണ്ഡിലാണ് സ്ഥാപിച്ചത്. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ്? വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഫിൻലാൻഡ് ആണ്. 2023-ലും 2026-ലും 126 സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. 143 രാജ്യങ്ങളെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫിൻലാൻഡ് ഒന്നാമതെത്തി. 126 സ്ഥാനമാണ് ഇന്ത്യ. 23-ലാണെങ്കിലും 2024-ലാണെങ്കിലും ഈ 2 വർഷവും നമ്മൾ 126 സ്ഥാനത്താണ്. ഫിൻലാൻഡ് ആണ് ഒന്നാമത്. വർഷങ്ങളായിട്ട് ഇപ്പോ ഫിൻലാൻഡ് ആണ് ഒന്നാമത്. നാരിശക്തി വന്ദന അധിനിയം രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് മുംബൈ ലോക്സഭ കണ്ടു. ഇപ്പൊ രാഷ്ട്രപതി സെപ്റ്റംബർ 28, 2023-ലാണ് രാഷ്ട്രപതി ഒപ്പുവെച്ചത്. പുതിയ പാർലമെന്റ് നിലവിൽ വന്നത് എന്നാണ്? സെപ്റ്റംബർ 19. 2023 സെപ്റ്റംബർ 19-നാണ് പുതിയ പാർലമെന്റ് നിലവിൽ വന്നത്. പുതിയ പാർലമെന്റിൽ പാസാക്കപ്പെട്ട ആദ്യ നിയമം എന്നൊരു പ്രത്യേകത കൂടി നമ്മുടെ നാരിശക്തൻ വന്ദൻ അധിനിയത്തിന് ഉണ്ട്.
അപ്പൊ പുതിയ പാർലമെന്റിൽ പാസാക്കപ്പെട്ട ആദ്യ നിയമം ഏതാണ്? നാരിശക്തൻ വന്ദൻ അധിനിയമാണ്. വളരെ ഇമ്പോർട്ടന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനം വിശ്വാസത്തിന്റെ വർഷമായി തുർക്ക്മെനിസ്ഥാൻ യുഎൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? അപ്പോ ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിന്റെയും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാൻ നടത്തിയ യുഎൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? നമ്മുടെ ആൻസർ 2021. യുഎൻ 2023 ചെറുധാന്യ വർഷം മില്ലറ്റ് വർഷമായി പ്രഖ്യാപിച്ചു. 2024 ഒട്ടക വർഷമായി പ്രഖ്യാപിച്ചു. അപ്പൊ ഇത് ഈ അടുത്ത സമയത്ത് ചോദിച്ച 2024 ഒരു ചോദ്യ പേപ്പറാണ്. അന്താരാഷ്ട്ര സമാധാന വിശ്വാസത്തിന്റെ വർഷമായിട്ട് തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ യുഎൻ ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത് 2021. 2021 സമാധാനം വിശ്വാസത്തിന്റെ വർഷം. സുസ്ഥിര വികസനം സർഗാത്മക വർഷം, പഴങ്ങളുടെ പച്ചക്കറികളുടെ വർഷം, ബാലവേല നിർമ്മാർജ്ജന വർഷം. ഇങ്ങനെ 4 സ്ഥാനങ്ങളാണ് 2021. സമാധാനം വിശ്വാസം, സുസ്ഥിര വികസനം, പഴം പച്ചക്കറി, ബാലവേല നിർമ്മാർജ്ജനം. 2020 ആണെങ്കിലോ സസ്യ ആരോഗ്യ വർഷമായിരുന്നു. 2020 20ആയി 21ആയി. ഇനി നമ്മളെ 22 ഗ്ലാസിന്റെ അന്താരാഷ്ട്ര വർഷമാണ്. കരകൗശല മത്സ്യബന്ധനം മത്സ്യകൃഷി അന്താരാഷ്ട്ര വർഷമാണ്. ഗ്ലാസ് ഉണ്ട്, മത്സ്യബന്ധനം ഉണ്ട്, മത്സ്യകൃഷി ഉണ്ട്. നമ്മൾ മത്സ്യത്തെ പിടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ ഇട്ട് വെക്കത്തില്ലേ? അപ്പൊ ഗ്ലാസും മത്സ്യബന്ധനം മത്സ്യകൃഷി. 2023 ചെറുധാന്യ വർഷം. 2024 ഒട്ടക വർഷം അല്ലെങ്കിൽ കാമലറ്റ് വർഷം. 25 ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമാണ്. ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമാണ്. 21 സമാധാനം വിശ്വാസമുണ്ട്, പഴം പച്ചക്കറിയുണ്ട്, ബാലവില നിർമ്മാർജ്ജനമുണ്ട്, സുസ്ഥിര വികസനമുണ്ട്. 2020 സസ്യ ആരോഗ്യ വർഷമാണ്. ഇനി 2021 ഐക്യരാഷ്ട്ര സംഘടന കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് UK-യിലാണ്, യുണൈറ്റഡ് കിങ്ഡം. 2021 UK-യിലാണ് നടന്നത്. 22-ലോ 22-ല് 23-ലോ എല്ലാം പറയുക. UAE അല്ലെ, UAE-യിലാണ് 23. 24 അസർബൈജാൻ. അപ്പോ എല്ലാം നമ്മൾ ഓർക്കുക. UAE-യില് ദുബായിലാണ് നടന്നത് എന്നുകൂടി ഓർക്കുക. 2022 നമ്മുടെ കാലാവസ്ഥ വ്യതിയാനം ഈജിപ്തിലാണ് 22-ൽ നടന്നത്. 24-ല് അസർബൈജാനാണ്. അസർബൈജാൻ. ഇനി 2024 ലോക പരിസ്ഥിതി ദിനാഘോഷം ആതിഥേയത്വം വഹിച്ചത് ഏത് രാജ്യമാണ്? സൗദി അറേബ്യയാണ് 24-ല് പരിസ്ഥിതി ദിനാഘോഷം. ജൂൺ 5 പരിസ്ഥിതി ദിനം. സൗദി അറേബ്യ. 2022 ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ഏത് ഇന്ത്യൻ സിനിമയ്ക്കാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത്? ധാക്ക അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ കൂഴങ്ങൾ. ആൻസർ കൂഴങ്ങൾ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ, അതിനുശേഷം പ്രഖ്യാപിച്ചില്ല. പോൾ സക്രിയ. 1,11,111 രൂപയാണ് സമ്മാനത്തുക. ഇനി നമുക്ക് വേണ്ടത് 2021-22 കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമനാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ തകർന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉക്രൈൻ നിർമ്മിത വിമാനം ഏതാണ്? AN-225 മരിയ. AN-225 മരിയ. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയ മലയാളി. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടി നമ്മുടെ PR ശ്രീജേഷ് ആണ്. നിലവിലെ കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. അപ്പൊ നമ്മുടെ നിലവിലെ കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? AN ഷംസീർ. ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് നമ്മുടെ ഗവർണർ. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശുകാരനാണ്. ഇനി നമുക്കറിയേണ്ട അടുത്ത ചോദ്യം, 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ ഇന്ത്യക്കാരൻ ആരാണ്? പ്ലാനറ്റ് എർത്ത് 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവ് പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ നമ്മുടെ ഫൈസി ആണ് അല്ലെ? ഡോക്ടർ എസ് ഫൈസി. ആൻസർ എന്താണ്? എസ് ഫൈസി. അടുത്ത ചോദ്യം, 2024 ഓസ്കാർ അവാർഡ് നേടിയ മികച്ച ചിത്രം ഏതാണ്?
ഏറ്റവും കൂടുതൽ ഓസ്കർ അവാർഡുകൾ 13 നോമിനേഷൻ, 7 അവാർഡുകൾ. ഓപ്പൺ ഹൈമർ 13 നോമിനേഷൻ വന്നു, 7 അവാർഡാണ് ഓപ്പൺ ഹൈമറിന് ലഭിച്ചത്. മികച്ച നടൻ ആരാണ്? കിലിയൻ മർഫിയാണ്. കിലിയൻ മർഫി, അതും ഓപ്പൺ ഹൈമറിലെയാണ് മികച്ച നടൻ. മികച്ച സംവിധായകൻ ഓപ്പൺ ഹൈമറിന്റെ സംവിധായകനാണ് ക്രിസ്റ്റഫർ നോളനാണ്. ക്രിസ്റ്റഫർ നോളൻ. ഇനി മികച്ച സഹനടൻ, സഹനടനും നമ്മുടെ ഓപ്പൺ ഹൈമറിലെയാണ്. മികച്ച സഹനടനാണ് റോബർട്ട് ഡൗണി ജൂനിയർ. റോബർട്ട് ഡൗണി ജൂനിയർ. മികച്ച ചിത്രം ഓപ്പൺ ഹൈമർ ആണ്. അപ്പൊ മികച്ച നടൻ, മികച്ച സഹനടൻ, മികച്ച സംവിധായകൻ, മികച്ച ചിത്രം, ഇതെല്ലാം ഓപ്പൺ ഹൈമർ ആണ്. പിന്നെയും അവാർഡുകൾ കിട്ടി. മികച്ച ഓപ്പൺ സ്കോർ, മികച്ച ഛായാഗ്രഹണം, അങ്ങനത്തെ കുറെ അവാർഡുകൾ, അങ്ങനെ 7 അവാർഡുകളാണ് ഓപ്പൺ ഹൈമർ സ്വന്തമാക്കിയത്. 13ഓളം നോമിനേഷൻസ് ഉണ്ടായിരുന്നു. ഇനി ഓപ്പൺ ഹൈമറിനെ കുറിച്ച് കണ്ടു. മികച്ച നടി ആരാ? എമ്മ സ്റ്റോൺ ആണ്. എമ്മ സ്റ്റോൺ ആണ് മികച്ച നടി. പ്യോർ തിങ്സ് എന്ന് പറയുന്ന സിനിമയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത്. പ്യോർ തിങ്സ് എന്ന സിനിമയ്ക്കാണ് എമ്മ സ്റ്റോണിന് പുരസ്കാരം ലഭിക്കുന്നത്. ഇനി ജിമ്മി കിമ്മലാണ് ഇതിന്റെ അവതാരകൻ. ജിമ്മി കിമ്മലാണ് ഇതിന്റെ അവതാരകൻ. ഇന്ത്യൻ ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടിക്ക് നൽകി വരുന്ന സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഇപ്പൊ ജ്ഞാനപീഠ പുരസ്കാരമായി ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഏത് പുരസ്കാരമാണ്? സരസ്വതി സമ്മാൻ പുരസ്കാരം. ആർക്കാ ലഭിച്ചത് സരസ്വതി സമ്മാൻ പുരസ്കാരം? ശരൺകുമാർ ലിംബാളെ, പ്രഭ വർമ്മ. ശരൺകുമാർ ലിംബാളെ, പ്രഭ വർമ്മ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഒരു ഭാഷാ പുരസ്കാരം തന്നെയാണ് സരസ്വതി സമ്മാൻ. 22 ഭാഷകൾ നമ്മുടെ ഭരണഘടന അംഗീകരിച്ചതിൽ നിന്നും മികച്ച ഒരു വ്യക്തിക്കാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. മലയാളിയെ പ്രഭാവർമ്മയ്ക്ക് 2023 കിട്ടിയത് വലിയൊരു കാര്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏത് കൃതിയാണ്? ജീവിതം ഒരു പെൻഡുലം. ജീവിതം ഒരു പെൻഡുലം. 2023 യുവൻ ചെറുതാനി വർഷമായി ആചരിച്ചു. വൈദ്യശാസ്ത്ര നൊബൽ സമ്മാന ജേതാക്കൾ കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. എന്തിന് കിട്ടി? mRNA വാക്സിൻ. mRNA വാക്സിൻ. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യ ശുചിത്വ പഞ്ചായത്താണ് പോത്തുകൽ. ഡിസംബർ 1 ദുബായിൽ COP28, ഇത് നമ്മൾ മുമ്പേ കണ്ടു. ഏത് വിഷയവുമായി ബന്ധപ്പെട്ടു? കാലാവസ്ഥ വ്യതിയാനം. ഡിസംബർ 1 ദുബായ് COP28 കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡിസംബർ 3 വരെയായിരുന്നു. അതും എക്സാമിന് ചോദിച്ചു, എത്ര ദിവസം വരെ നീണ്ടു നിന്നു ഈ സമ്മേളനം? COP28 ദുബായിലായിരുന്നു. ഈ പ്രാവശ്യത്തതാണ് 2023 കാലാവസ്ഥാ വ്യതിയാനം. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല? കോഴിക്കോട് ജില്ലയിലാണ് നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? അപ്പോ INS മഹേന്ദ്രഗിരി ഒഡീഷ എന്ന സംസ്ഥാനത്തിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. 2023 വനിതാ ലോകകപ്പ് ഫുട്ബോൾ ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യമാണ് സ്പെയിൻ. അപ്പൊ 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? സ്പെയിനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ചോദ്യം ഇതാണ്: ഇന്ത്യയില് ഏത് സൈനിക വിഭാഗത്തിനാണ് നമ്മുടെ പുതിയ പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഉള്ളത്? ഇന്ത്യയിലെ ഏത് സുരക്ഷാ ചുമതല ഏത് സൈനിക വിഭാഗത്തിനാണ്? CISF. ഏത് വിഭാഗത്തിനാണ്? CISFനാണ് ഈ ഒരു പാർലമെന്റിന്റെ സുരക്ഷാ ചുമതല ഉള്ളത്. ഓക്കെയാണ് CISF. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ക്ലിയർ അല്ലേ? CISF വരെ പിടികിട്ടി? ഓക്കെയാണ്. അടുത്ത ചോദ്യം: കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടോ തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? ഇപ്പൊ എംപ്ലോയ്മെന്റിലൊക്കെ രജിസ്റ്റർ ചെയ്തു, എന്നിട്ടും ജോലി കിട്ടുന്നില്ല. നവജീവൻ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ദിവസ വേതനം എത്ര രൂപ? അയ്യങ്കാളി ദിവസവേതനം 22 രൂപയാണ്.
22 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഇപ്പോ നമ്മുടെ നഗരത്തിലും ഗ്രാമത്തിലും മഹാത്മാഗാന്ധിയും 346 രൂപയായിരുന്നു. കേരളത്തിലെ മഹാത്മാഗാന്ധി ഗ്രാമങ്ങളിലെ പദ്ധതി അതിന്റെ തുക 333 ആയിരുന്നു. 13 രൂപ വർദ്ധിപ്പിച്ചു, ഇപ്പൊ 346. നഗരങ്ങളിൽ 22 രൂപ വർദ്ധിപ്പിച്ചു, ഇപ്പൊ രണ്ടും 346 നിൽക്കുന്നു. ഈ നിമിഷം ഇതൊക്കെ മാറുവേ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാ? 18 വയസ്സിന് താഴെ. ആരോഗ്യ കിരണം. ആൻസർ ആരോഗ്യ കിരണം. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എന്താണ്? ലോകാരോഗ്യ ദിനത്തിന്റെ പ്രമേയം എന്റെ ആരോഗ്യം എന്റെ അവകാശം. എന്റെ ആരോഗ്യം എന്റെ അവകാശം. വായു മലിനീകരണം നിയന്ത്രിക്കുക 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനുള്ള എമിഷൻ സ്റ്റാൻഡേർഡ് ആണ് BS6. ഡിജിഡോഗ് എന്ന റോബോട്ട് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? അമേരിക്കയാണ് ഡിജിഡോഗ് എന്ന് പറയുന്ന റോബോട്ട് പട്ടിയെ അവതരിപ്പിച്ചത്. 2023 സരസ്വതി സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നമ്മൾ പഠിച്ചില്ലേ, പ്രഭാവർമ്മയ്ക്കാണ് 2023 സരസ്വതി സമ്മാനം ലഭിച്ചത്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഭാഗ്യചിഹ്നം. ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് 2024 ഭാഗ്യചിഹ്നം ഹിമപ്പുലിയ. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഭാഗ്യചിഹ്നം എന്താണ്? ഹിമപ്പുലിയാണ്. ആൻസർ ഹിമപ്പുലിയാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ചോദ്യം ഇതാണ്: 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത്? 2022 ഫിഫ വേൾഡ് കപ്പ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ആൻസർ നമ്മുടെ ഫിഫ വേൾഡ് കപ്പാണ് അല്ലെ? ഖത്തർ. ഓൾറെഡി കഴിഞ്ഞ വേൾഡ് കപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. ആൻസർ ഖത്തറാണ്. അപ്പോ ഈ ഒരു ഫിഫ വേൾഡ് കപ്പില് ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത്? അർജന്റീനയ്ക്കാണ്. റണ്ണറപ്പ് ആരാണ്? ഫ്രാൻസ് ആണ് അല്ലെ? അപ്പോ നമ്മുടെ അർജന്റീന എന്ന് പറയുമ്പോൾ മെസ്സിയെ ഓർത്തു. ക്ലിയർ ആണ്. പലരുടെയും ഇപ്പോഴും വാൾപേപ്പർ ആണ് അല്ലെ? പലരുടെയും വാൾപേപ്പർ ആണ് ഇപ്പോഴും അർജന്റീന കപ്പം പിടിച്ച് നിൽക്കുന്നതൊക്കെ. നിലവിലെ കേരള ലോകായുക്ത ചെയർമാൻ ആരാണ്? കേരളത്തിന്റെ ലോകായുക്ത ചെയർമാൻ. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ ആണല്ലോ, 2024 ചോദിച്ച ചോദ്യമാണ്. അപ്പോ ആൻസർ സിറേഖ് ജോസഫ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഇപ്പോഴത്തെ ലോകായുക്ത അനിൽ കുമാറാണ്. ആരാണ്? അനിൽ കുമാറാണ്. ഓക്കെ ആണ്. ഇനി ആരാണ്? പി സതീദേവി. കേരളത്തിന്റെ വനിതാ കമ്മീഷൻ അധ്യക്ഷ. നിതിൻ ജംദാർ ആരാണ്? നിതിൻ ജംദാർ ആരാണ്? നിതിൻ ജംദാറാണ് കേരളത്തിന്റെ 39ാമത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി ബൈജു ആരാണ്? MR ബൈജു നമ്മുടെ PSC ചെയർമാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നാറ്റോ ബന്ധമില്ലാത്തത് ഏതാണ്? 1949 സ്ഥാപിതമായി, ഏപ്രിലാണ്. ആസ്ഥാനം ജനീവ, തെറ്റാണ്. ബ്രസൽസ് ആണ് ആസ്ഥാനം. അവസാനമായി അംഗമായ രാജ്യം, 32ാമത്തെ അംഗമായ രാജ്യമാണ് സ്വീഡൻ. തൊട്ടു മുമ്പ് ഫിലിപ്പൈൻസ് ആയിരുന്നു. അപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് കാരണം ഈ സംഘടനയിൽ ചൈന അംഗത്വമായതാണ്, തെറ്റാണ്. 2ഉം 4ഉം ബന്ധമില്ലാത്തതാണ്. 49 ഏപ്രിൽ ശരി. അവസാനം 32ാമത്തെ രാജ്യം സ്വീഡൻ ശരി. അപ്പോ ആലോചിക്കുക, സ്വീഡനാണ് നാറ്റോയിൽ 32ാമതായി അംഗമായി. 2024 മാർച്ചിലാണ് സ്വീഡൻ അംഗമാകുന്നത്. ഇതിന്റെ ആസ്ഥാനം ബെൽജിയത്തിലാണ്, ബ്രസൽസിലാണ് ആസ്ഥാനം. നീതി ആയോഗ് ചില സംരംഭങ്ങൾ, ലക്ഷ്യങ്ങൾ: അടൽ ഇന്നവേഷൻ മിഷൻ, മെഥനോൾ സമ്പദ്ഘടന, സഹകരണ ഫെഡറലിസം, ശൂന്യ ക്യാമ്പയിൻ. അടൽ ഇന്നവേഷൻ എന്ന് പറയുമ്പോൾ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുക. മെഥനോൾ എന്ന് പറഞ്ഞാൽ എണ്ണ ഇറക്കുമതി ബില്ല് കുറയ്ക്കുക. സഹകരണ ഫെഡറലിസം എന്ന് വെച്ചാൽ എന്താണ്? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ശൂന്യ ക്യാമ്പയിനോ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വായു മലിനീകരണം തടയുക. അപ്പൊ 4 എന്ന് പറയുന്ന A ആണ്.
അതറിയാവുന്ന ഒരാൾക്ക് ഉത്തരത്തിലെത്താം. 3 എന്ന് പറയുന്ന ഡി ആണ്, അതറിയാവുന്ന ഒരാൾക്കും ഉത്തരത്തിലെത്താം. മെഥനോൾ സമ്പദ്ഘടന, മെഥനോൾ എന്ന് വെച്ചാൽ എണ്ണയാണ്, അത് അറിയാലോ ഓപ്ഷൻ അനുസരിച്ച്, അത് കണ്ടോ 3 അതുണ്ട്. ഇനി അടൽ ഇന്നവേഷൻ എന്ന് പറയുമ്പോൾ സംരംഭകത്വം, നവീന ആശയ രൂപീകരണം. അപ്പൊ ബാക്കി 3 സാധനവും അറിയാവുന്ന ഒരാൾക്ക് ഉത്തരത്തിലെത്താൻ സാധിക്കുമായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. 15ാമത്തെ പ്രസിഡന്റ് ആണ് അല്ലെ ദ്രൗപദി മുർമു, 15ാമത്തെ പ്രസിഡന്റ് ആണ്. വൈസ് പ്രസിഡന്റ് ജഗദീപ് ധൻഖർ 14ആണ്. ജഗദീപ്, നിങ്ങൾ ഇത് തിരിഞ്ഞു പോകരുത്. ജഗദീപ് 1 2 3 4 4 അക്ഷരം. അപ്പൊ 14ാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് 14. ചിലർക്ക് 14 15 അറിയും, പക്ഷെ സമയമാകുമ്പോൾ ഏതാണ് പരസ്പരം അറിയത്തില്ല. അപ്പൊ ദ്രൗപദി മുർമു എത്രാമത്തെ പ്രസിഡന്റ് ആണ്? 15ാമത്തെ പ്രസിഡന്റ് ആണ്. 15ആണ് ദ്രൗപദി മുർമു. ക്ലിയർ ആണോ? അപ്പോ നമ്മുടെ 14 ജഗദീപ് ധൻഖർ ആണ്. 4 അക്ഷരം ഇത് നമുക്ക് ഓർത്തു വെക്കാം. ദ്രൗപദി മുർമു 5, 15. 2015 ടു 21 വരെ ജാർഖണ്ഡ് ഗവർണറായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ശരിയാണ്. ഒഡീഷ ഗവർണർ ആണോ? അല്ല. എവിടത്തെയാണ്? ജാർഖണ്ഡ് ആണ്. ഇതൊക്കെ നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അടുത്ത ചോദ്യം, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷം മുഖ്യാതിഥി അബ്ദുൽ ഫത്തഹ് എൽ സിസി ആണ്. ഏത് രാജ്യത്തെ പ്രസിഡന്റ്? അബ്ദുൽ ഫത്തഹ് എൽ സിസി ഈജിപ്തിലെ പ്രസിഡന്റ് ആണ്. ഈജിപ്റ്റ്. പിന്നെ ഇമാനുവൽ മാക്രോൺ ആയിരുന്നു എപ്പോഴത്തെ പ്രസിഡന്റ്? 2024 റിപ്പബ്ലിക് ദിനം ജനുവരി 26ന്റെ അതിഥി. ഇമാനുവൽ മാക്രോൺ എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ആണ്. സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായം, കുഷ്ഠരോഗികൾക്ക്, പിന്നെയോ നമ്മളുടെ ഓപ്ഷൻ പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക്, സിക്കിൾ സെൽ അനീമിയ രോഗികൾക്ക് നൽകുന്ന ധനസഹായം. അപ്പോ നമ്മളുടെ ചോദ്യം സ്നേഹ സാന്ത്വനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ഇതിനകത്ത് ഒരെണ്ണവേ ഉള്ളൂ ശരി അല്ലെ? അതറിയാവുന്ന ഒരാൾക്ക് ആൻസറിലേക്ക് പോകാം. എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ്. അപ്പൊ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ഒരു തുകയാണ്, ധനസഹായം നൽകുന്നതാണ് ഏത് പദ്ധതി? സ്നേഹ സാന്ത്വനം എന്ന പദ്ധതി. സ്നേഹ സാന്ത്വനം. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ കുഷ്ഠരോഗ നിർമാർജനം കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എന്താണ്? കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എൽസ. സ്പർശുണ്ട്. ഇപ്പോ ഇതിനകത്ത് എൽസ. 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക, മരുഭൂവൽക്കരണം തടയൽ, വരൾച്ച പ്രതിരോധിക്കൽ 2024 പരിസ്ഥിതി ദിന സന്ദേശമാണ്. 2025 പ്ലാസ്റ്റിക് നിർത്തലാക്കുക, എൻഡ് ദി പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ്. പ്ലാസ്റ്റിക് മലിനീകരണം നിർത്തലാക്കുകയാണ്. ഇത് കുറയ്ക്കുക, ചെറുക്കുക എന്നുള്ള രീതിയാണ് 23. അപ്പോൾ 24 25 മറക്കരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി. ഇത്തിരി മുമ്പ് നമ്മൾ കണ്ടു, വേറൊരു രീതിയിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നത്. സെന്റൻസുകളിൽ ഡിഫറൻസ് ഉണ്ട്, സംഭവമൊക്കെ ഒന്നാണ്. ഒന്നെങ്കിൽ ആരോഗ്യകരണമാണ്, അല്ലെങ്കിൽ താലോലമാണ്. 18 വയസ്സിൽ താഴെ വരുമ്പോൾ താലോലം ചിലപ്പോൾ ചികിത്സ സഹായം എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഉത്തരങ്ങളിൽ വരുന്നത്. ഏതിലും ഒന്ന് കാണും ഓപ്ഷനിൽ. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? ഉത്തരം കക്കോടിയാണ്, കോഴിക്കോട് ജില്ലയിലാണ്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് 2023 സെപ്റ്റംബർ 28 ഹരിത വിപ്ലവം MS സ്വാമിനാഥനാണ്. ഇന്ത്യയിലെ ആദ്യ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്, പാറോട്ട് കോണം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മണ്ണ് മ്യൂസിയമാണ്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ M ഷാജർ അല്ലെ? 2 മാത്രമാണ് ശരി. M ഷാജർ ആണ്.
അടുത്ത ചോദ്യം, ശരിയായ കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള പ്രസ്താവന: വെള്ള നിറം, പച്ച നിറം, മഞ്ഞ നിറം, ഓറഞ്ച് നിറം. ഇങ്ങനെ 4 നിറങ്ങൾ നമുക്ക് തന്നിരിക്കും. ഇതിനകത്ത് നമ്മളുടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1ഉം 3ഉമാണ് ശരി. വെള്ള, മുന്നറിയിപ്പില്ല, മഴയൊന്നും ഇല്ല. മഞ്ഞ, നിരീക്ഷിക്കണം, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കണം, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. പച്ച എന്താണ്? ജാഗ്രത പാലിക്കേണ്ട, ശക്തമായ മഴയ്ക്ക് സാധ്യതയൊന്നുമില്ല. പച്ച സമാധാനമാണ്, വെള്ളയും സമാധാനമാണ്. ഓറഞ്ച്, മുന്നറിയിപ്പുണ്ട്, വലിയ തോതിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ്. അപ്പൊ അടുത്തത്, ഇന്ത്യയിൽ നമ്മൾ ഇനി നോക്കുന്ന ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ, നമ്മൾ ഇത്തിരി മുമ്പ് നമ്മുടെ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഭാഗ്യചിഹ്നം കണ്ടില്ലേ, ഹിമപ്പുലി എന്ന. അപ്പൊ അതിന്റെ ഒരു കാര്യമായിട്ട്, അല്ല അതല്ല, നമ്മളുടെ സരസ്വതി സമ്മാനവുമായി ബന്ധപ്പെട്ട ആദ്യം നമുക്ക് നോക്കാം. സരസ്വതി സമ്മാനത്തില് 2022 ശിവശങ്കരിക്ക് കിട്ടി, 2023 പ്രഭാവർമ്മയ്ക്ക് കിട്ടി. ഈ സരസ്വതി സമ്മാനം 2022 ശിവശങ്കരിക്ക് കിട്ടി അല്ലെ? ശിവശങ്കരി തമിഴ് വ്യക്തിയാണ്, തമിഴ് സാഹിത്യകാരിയാണ്. സൂര്യവംശം എന്ന കൃതിയാണ് രചിച്ചത്. ഇനി 2023 മലയാളം നമ്മുടെ പ്രഭാവർമ്മയ്ക്ക് കിട്ടി. രൗദ്ര സ്വാത്വികം എന്ന കൃതിയാണ് രചിച്ചത്. രൗദ്ര സ്വാത്വികം. ക്ലിയർ ആണ്? സാത്വികം, രൗദ്ര സാത്വികം മലയാളം. ഇപ്പൊ തോമ്പ് കിട്ടിയ ശിവശങ്കരി നമ്മുടെ അയൽക്കാരിയാണ്, തമിഴ്നാട്ടുകാരി. 21 രാംധരേഷ് മിശ്ര, മെയിൻ ടു യഹാഹുൻ ഹിന്ദി സാഹിത്യകാരമാണ്. അപ്പൊ 23 പ്രഭാവർമ്മ, രൗദ്ര സാത്വികം. ക്ലിയർ ആണ്? ഇനി നമ്മൾ പോകുന്നത് കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് എന്ന് നോക്കാനാണ്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ നിലവിലെ ചെയർമാനാണ് PS മാവോജി. പട്ടികജാതി കമ്മീഷൻ കേന്ദ്രം ആരാണ്? മക്വാന അല്ലെ? മക്വാനയാണ്. അപ്പൊ അതുകൂടി നമ്മൾ ഓർക്കുക. ഇനി നമ്മൾ ഇതിനകത്ത് N അനിൽകുമാറിനെ പഠിച്ചില്ലേ, ലോകായുക്ത കേരളത്തിന്റെ. ഇനി M ഷാജറിനെ പഠിച്ചില്ലേ. ആരാണ് M ഷാജർ എന്ന് പറയുന്നത്? നമ്മുടെ യുവ കമ്മീഷണറാണ്, യുവ കമ്മീഷണർ. ഇനി മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. ഹരിവരാസന പുരസ്കാര ജേതാക്കൾ. ഹരിവരാസന എപ്പോഴും ചോദിക്കുന്നതാണ്. 2024 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് വീരമണി ദാസനാണ്. ആർക്കാണ്? വീരമണി ദാസൻ. 2023 ഹരിവരാസന പുരസ്കാരം കിട്ടിയത് ശ്രീകുമാരൻ തമ്പിക്കാണ്. 2022 ഹരിവരാസന പുരസ്കാരം ലഭിച്ചത് ആലപ്പി രംഗനാഥ്. അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുന്നു, ഹരിവരാസന പുരസ്കാരത്തെ കുറിച്ചാണ് നമ്മളുടെ പഠനം. ഒന്നാമത് ഓർക്കുന്നത്, ഹരിവരാസന പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാണ്? ആൻസർ വീരമണി ദാസൻ. അടുത്ത ചോദ്യം, 2023 ശ്രീകുമാരൻ തമ്പി, 22 ആലപ്പി രംഗനാഥ്. ക്ലിയർ ആണ്? 24 വീരമണി ദാസനാണ്, ശ്രീകുമാരൻ തമ്പിയാണ്, ആലപ്പി രംഗനാഥാണ്. ഇനി നമ്മുടെ ചോദ്യം, വാത്സല്യനിധി പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന പറയുക. വാത്സല്യനിധി പദ്ധതി 1ഉം 3ഉമാണ് ശരി. പട്ടികജാതി വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ സമഗ്ര വികസനത്തിന് 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള മാതാപിതാക്കളുടെ പെൺകുട്ടികൾക്ക് നൽകുന്ന ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതി. ഇപ്പൊ പട്ടികജാതിക്കാരായിരിക്കണം, അവരുടെ പെൺകുട്ടിക്ക് കൊടുക്കുന്ന പൈസ ഒരു പദ്ധതിയാണ് വാത്സല്യനിധി പദ്ധതി. ഇപ്പൊ ഇവർക്ക് വരുമാന പരിധി 1 ലക്ഷം വരെ കാണുള്ളൂ. പട്ടികജാതി ആണെങ്കിലും നല്ല വരുമാനമുള്ള ആളുകളുണ്ട്, അവർക്കില്ല. അപ്പൊ 1 ലക്ഷം വരെ വരുമാന പരിധിയുള്ള പെൺകുട്ടികൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് ഒരു ഇൻഷുറൻസ് കൊടുക്കുകയാണ്. പട്ടികജാതി വകുപ്പ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ LIC ഇവ രണ്ടും കൂടെ ചേർന്നാണ് ഇത് നടപ്പിലാക്കുന്നത്. OBC കുട്ടികൾക്കാണോ? അല്ല. അമ്മ തൊട്ടിൽ ജനിക്കുന്ന കുട്ടികൾക്കാണോ? അല്ല. പട്ടികജാതി പെൺകുട്ടികൾക്കാണ്. വരുമാന പരിധി ഉണ്ട് 1 ലക്ഷം വരെ, അവരുടെ മാതാപിതാക്കൾക്കാണ് ഇത് കൊടുക്കുന്നത്. ഇൻഷുറൻസ് അധിഷ്ഠിത സമഗ്ര പദ്ധതിയാണ് വാത്സല്യ നിധി. ഇനി വിദ്യാജ്യോതി എന്ന് പറയുന്ന പദ്ധതി, ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? വിദ്യാജ്യോതി.
കേരള സാമൂഹ്യനീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കും. സാമൂഹ്യനീതി വകുപ്പ് സുരക്ഷാ മിഷൻ. ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയാണ്. വിദ്യാജ്യോതി എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസപരമായി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഉയർച്ചയാണ്. കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇത്തിരി മുമ്പ് നമ്മൾ കണ്ടില്ലേ, എം ഷാജിറാണ്. ആൻസർ എം ഷാജിറാണ്. അടുത്ത ചോദ്യം, ഇത് നമ്മൾ കണ്ടതാണ് അല്ലെ, 1ഉം 3ഉം ശരിയാന്നുള്ള കാര്യം കണ്ടതാണ്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷ, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആഘോഷവേളയിൽ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. 24 ലോക പരിസ്ഥിതി ദിനം ആഗോള ആഘോഷങ്ങൾ ആതിഥേയത്വം വഹിച്ച രാജ്യമാണ് സൗദി അറേബ്യ. ഇന്ത്യയിലെ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ച തീയതി ഏതാണ്? നമ്മുടെ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്തു ഓഗസ്റ്റ് 23, 2023 ഓഗസ്റ്റ് 23-നാണ് ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രനിൽ കാലുകുത്തുന്നത്. അതാണ് നമ്മളുടെ ബഹിരാകാശ ദിനം. ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് എന്നാണ് വിക്ഷേപിക്കുന്നത്? 18-നാണ് വിക്ഷേപിച്ചത് അല്ലെ, 14-നാണ് വിക്ഷേപിച്ചത് അല്ലെ, ഡേറ്റ് മാറി, ജൂലൈ 14-നാണ് വിക്ഷേപിച്ചത്. ഇനി 2023 ഓഗസ്റ്റ് 5-നാണ് ഇത് ചന്ദ്രന്റെ ദക്ഷിണ ഒരു ഭ്രമണപഥത്തിൽ എത്തുന്നത്. 2023 ഓഗസ്റ്റ് 23-നാണ് ദക്ഷിണ ധ്രുവത്തിൽ കാലുകുത്തുന്നത്. അപ്പൊ ജൂലൈ 14-ന് വിക്ഷേപിച്ചു, ഓഗസ്റ്റ് 5-ന് ഭ്രമണപഥത്തിലെത്തി, ഓഗസ്റ്റ് 23-നാണ് റോവർ അങ്ങോട്ട് ലാൻഡ് ചെയ്തത്. ദക്ഷിണ ധ്രുവത്തിലാണ് കാലുകുത്തിയത്. ഇന്ത്യ എന്ന് പറയുന്നത് 4ാമത്തെ രാജ്യമാണ് ദക്ഷിണ ധ്രുവത്തിൽ കാലുകുത്തുന്നത്. റഷ്യയുണ്ട്, അമേരിക്കയുണ്ട്, ചൈനയുണ്ട്, അതിനുശേഷമാണ് ഇന്ത്യ. ഇന്ത്യക്ക് ശേഷം ജപ്പാൻ കാലുകുത്തുന്നു. അപ്പോ നമ്മൾ ഇപ്പോ 4ാമത്തെ രാജ്യമാണ് എന്ന് കൂടി അറിയണം. അപ്പോ 2023 ജൂലൈ 14, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 23, ഇത്രയും ഡേറ്റുകൾ ഓർക്കുക. ഇനി അടുത്തത്, സൂര്യൻ ബാഹ്യവലയങ്ങൾ കുറിച്ച് പഠിക്കാൻ ഏതാണ്? ആദിത്യ L1 ആണ്. സൂര്യനെ കുറിച്ച് പഠിക്കുന്നത് ആദിത്യ L1. ഇന്ത്യയിലെ സീറോ കാർബൺ ആയ നഗരം ഏത്? സീറോ കാർബൺ, സാഞ്ചി. സാഞ്ചി. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? രസതന്ത്രം ക്വാണ്ടം ഡോട്ട്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദ. ആർ പ്രജ്ഞാനന്ദ. മൻസൂർ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആരാണ്? കേരള വന ഗവേഷണ കേന്ദ്രമാണ്. ഇത് ഹൈക്കോർട്ട് അസിസ്റ്റന്റിനും ഇതേ ചോദ്യം വന്നു. അപ്പോ മൻസൂർ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 കേരള വന ഗവേഷണ കേന്ദ്രമാണ് നടപ്പിലാക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഡീപ്പ് ഫേക്ക്? ഇതിന്റെ അംബാസിഡർ ആയിട്ട് ഇതിനകത്ത് തന്നെ ദുരിതം അനുഭവിച്ച രശ്മി മന്ദാനയെ ഏർപ്പാടാക്കി കേന്ദ്രം നിയമിച്ചു. വ്യാജ ചിത്രം, വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. വ്യാജ ചിത്രവും വീഡിയോയും AI ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? രേഖാ ശർമ്മ മാറി അല്ലെ. ഇപ്പോഴത്തെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ, ആ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ക്വസ്റ്റ്യൻ 2024 ചോദ്യമാണ്. പക്ഷെ ചോദ്യം ചോദിച്ചപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരായിരുന്നു? രേഖ ശർമ്മയായിരുന്നു. അപ്പൊ ഇപ്പോ മാറി എന്ന് നമുക്കറിയാം. നമ്മുടെ ആൻസർ ആരാണ്? വിജയ കിഷോർ രഹാത്കർ. വിജയ കിഷോർ രഹാത്കർ. ഒരിക്കൽ കൂടി പറയാം, ഇപ്പോഴത്തെ വനിതാ കമ്മീഷന്റെ ദേശീയ കമ്മീഷന്റെ അധ്യക്ഷ വിജയ കിഷോർ രഹാത്കർ. വിജയ കിഷോർ രഹാത്കർ. വിജയ കിഷോർ രഹാത്കർ. ക്ലിയർ ആണ്? എല്ലാവർക്കും മനസ്സിലായി? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നമ്മളുടെ സീറോ കാർബൺ നഗരത്തെ കുറിച്ച് കണ്ടതാണ്. ഏതാണ്? ഒന്നും കൂടെ റിവിഷൻ ചെയ്യുകയാണ്. ഏതാണ്? സാഞ്ചി. സീറോ കാർബൺ നഗരം സാഞ്ചി. ആർ പ്രജ്ഞാനന്ദ നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പ് ലോക മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തി.
മൻസൂർ ക്രോക്സ് ഏതായിരുന്നു? കേരള വനഗവേഷണ കേന്ദ്രം. ഇനി അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ 4ാം വട്ട വാർഷിക ആരോഗ്യ സൂചിക റഫറൻസ് വർഷം 2019, 2020. റാങ്ക് അനുസരിച്ച് വലിയ സംസ്ഥാനങ്ങൾക്ക് ഇടയിലുള്ള ആകെ പ്രകടനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന 4 സംസ്ഥാനങ്ങൾ നൽകിയിരിക്കുന്നു. ആരോഹണ ക്രമത്തിൽ എഴുതുക. ഒക്കെയാണ് ആരോഹണ ക്രമത്തിൽ എഴുതുക. ആൻസർ കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന. കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന. ഇനി ഇന്ത്യൻ TB റിപ്പോർട്ട് 2023. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TB HIV ഇൻഫെക്ഷൻ കേസ് ഉള്ള സംസ്ഥാനം ഏതാണ്? കേരളമാണ് ഒന്നാമത് നീതി ആയോഗിൽ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോ ഈ ഒരു TB റിപ്പോർട്ടില് 1ാം സ്ഥാനം ഇപ്പോൾ മഹാരാഷ്ട്രയ്ക്കാണ്. മഹാരാഷ്ട്ര. ഇനി 2023 നൊബേൽ സമ്മാനം ഫിസിക്സിൽ ലഭിച്ചത് എന്ത് കണ്ടുപിടുത്തത്തിനാണ്? പ്രകാശത്തിന്റെ അറ്റോ സെക്കൻഡുകളെ കുറിച്ചുള്ള പൾസ് കണ്ടുപിടുത്തമാണ്. സമാധാന നൊബേൽ സമ്മാനം 2023 ലഭിച്ചത് നർഗേസ് മുഹമ്മദി, ഇറാൻകാരിയാണ്, മനുഷ്യാവകാശ പ്രവർത്തക. ഇനി ഹരിത വിപ്ലവത്തിന്റെ ഉപജ്ഞാതാവ് MS സ്വാമിനാഥൻ 2023 സെപ്റ്റംബർ 28 അന്തരിച്ചത്. അത് ഓർക്കണം. 2023 G20 G20 ഉച്ചകോടി എവിടെ നടന്നു? ഇന്ത്യയിൽ നടന്നു, ഡൽഹിയിൽ നടന്നു. എവിടെയാണ് ഡൽഹിയിൽ നടന്നത്? ഭാരത് മണ്ഡപ് കൺവെൻഷൻ സെന്റർ ആണ്, ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ ആണ്. അപ്പൊ ഇന്ത്യയിലാണ് നടന്നത്, ഡൽഹിയിലാണ് നടന്നത്. ഡൽഹിയിൽ തന്നെ ഭാരത് മണ്ഡപ് കൺവെൻഷൻ സെന്റർ ആണ്. ഇനി ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു? നരേന്ദ്രമോദിജി ആയിരുന്നു ചെയർമാൻ. 2024 ഈ G20യുടെ പേര് G21 ആകുന്നു. അപ്പൊ ഈ ഒരു ആഫ്രിക്കൻ യൂണിയൻ ഇതിനകത്ത് ചേർന്നു. ഇപ്പോഴത്തെ മീറ്റിംഗ് നടക്കുന്നത് ബ്രസീലിലാണ്. 25 സൗത്ത് ആഫ്രിക്കയിലാണ് മീറ്റിംഗ് നടക്കാൻ പോകുന്നത്. അപ്പോ നേരത്തെ ഇന്തോനേഷ്യയിലായിരുന്നു, അവിടെ നിന്ന് ഇന്ത്യയിൽ വന്നു. ഇപ്പൊ ബ്രസീൽ, ഇനി സൗത്ത് ആഫ്രിക്ക. അപ്പോ ഷെർപ്പ ആര്? അമിതാഭ് കാന്താണ് ഷെർപ്പ. അമിതാഭ് കാന്താണ് ഷെർപ്പ. അപ്പൊ നിരവധി ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കണ്ടത്. 2024 ചോദിച്ച ചോദ്യങ്ങൾ മാത്രമാണ് പഠിച്ചത്. ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണ് എന്ന് വിശ്വസിക്കുകയാണ്. കമന്റുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.